ഹേയ് ഹലോ, ഇന്ന് നമ്മൾ നിവിൻ പോളിയുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഗേൾസ് ഒള്ളി സിനിമ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഇറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റായി, പക്ഷേ എത്തിയപ്പോഴത്തേക്കും മൂവി തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ സിനിമ തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്നോ, തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ചിരിക്കാനേ ഉള്ളൂ. ഇൻ്റർവെൽ ആയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഇൻ്റർവെൽ എത്തിയ അതൊക്കെ ഒരു ചിരിച്ച് നമുക്ക് ഒരു ഇതില്ലാണ്ട് അതുമാതിരി കോമഡി ഉണ്ട്. സിനിമ തീർന്നപ്പോൾ അയ്യോ സിനിമ തീർന്നോ പോയോ എന്നൊരു തോന്നൽ ഇങ്ങനെ തോന്നുമല്ലോ, അതുപോലെയായിരുന്നു. അത്രയ്ക്ക് അടിപൊളി സിനിമയാണ്. സിനിമ കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക, എൻജോയ് ചെയ്യുക, ഓണം കളറാക്കുക, പൊളിയാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അത്രയ്ക്ക് കിടിലം സിനിമയായിരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഓണപ്പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് മാവേലി, അത്തപ്പൂക്കളം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെണ്ടകൊട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. മാവേലി എന്നെ നോക്കി ടാറ്റ പറയുന്നത് കണ്ടോ? നോക്ക് ഹായ്. പിന്നെ അത്തപ്പൂക്കളമൊക്കെ കണ്ടു. അത് ആൾക്കാർ കുറച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഇതൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു, അകത്താരും കയറാതിരിക്കാൻ വേണ്ടി. എൻ്റെ മുഖം ചുമന്നിരിക്കുന്നുണ്ട്. സിനിമ കണ്ട് ചിരിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നോ, ഇതുമാതിരി ചിരിച്ചൊരു പടം വേറെ ഇല്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഒരു ഷോപ്പിൽ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കണ്ടു. അവിടുന്ന് എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഓണത്തിന് കുറച്ച് ഗ്ലോ ആയിരിക്കണമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ ഷുപ്ഡൂസിനെയും കൂട്ടി മീന ബസാറിലേക്ക് കമ്മൽ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ ഷുപ്പുടു കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. ഷുപ്പുടു ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അതിൻ്റെ ദേഷ്യമാണ് ഷുപ്പുടുവിന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് റഷ് ഉണ്ടാവും എന്നറിയാം, അതുകൊണ്ട് നമ്മൾ വിട്ടു പോവുകയാണ്. ഷുപ്പുടു ഭയങ്കര അലമ്പാണ് കേട്ടോ, ഉറക്കപ്പിച്ചുമാണ്. മക്കാനെയൊക്കെ വാരിയ സീറ്റിലൊക്കെ ഇട്ട് ആകെ അലമ്പാണ് ഷുപ്പുടു. അങ്ങനെ നമ്മൾ മീന ബസാറിലെത്തി. അങ്ങനെ എത്തിയപ്പോൾ ഒന്നും പറയണ്ട, ചൂടെടുത്തിട്ടുണ്ടല്ലോ നമ്മൾ പുഴുങ്ങിപ്പോകുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ കമ്മലൊക്കെ നോക്കി. അങ്ങനെ ചൂടെടുത്തിട്ട് നമ്മൾ അവിടെ ഒരു ശരവണ ഭവനിലേക്ക് കയറിയിട്ട് കുറച്ച് വെള്ളം മേടിച്ച് കുറച്ച് നേരം AC ഒക്കെ കൊണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. കടയുടെ പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല, അതുമാതിരി ചൂടും ഹ്യൂമിഡിറ്റിയും ആയിരുന്നു. പിന്നെ നമ്മൾ നടന്ന് കുറച്ച് കടകളൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ നോക്കി. അപ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ PK ആണെന്ന് തോന്നുന്നു ആ ഷോപ്പിൻ്റെ പേര്. PK ആണോ PN ആണോ എന്തോ, ഞാൻ അതിൻ്റെ ബോർഡ് ഇപ്പോൾ കാണിക്കും. PK. ഇവിടുന്ന് കമ്മൽ, ഇവർ കുറേ സ്റ്റാഫ് അവിടെ നിൽപ്പുണ്ട്. നമ്മൾ ഒരാളടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് 10 ദിർഹംസ് എന്ന് പറയും, വേറൊരാളടുത്ത് ചോദിക്കുമ്പോൾ പറയും 15 ദിർഹംസ് എന്ന്. അങ്ങനെ അവർക്ക് തന്നെ ഉറപ്പില്ല ആ സാധനങ്ങൾക്ക് എത്രയാണ് വിലയെന്ന്. പിന്നെ അവിടെ നിന്ന് 2 ഇയറിങ്സ് മേടിച്ചു ഓണപ്പരിപാടിക്ക് ഇടാൻ വേണ്ടി. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചതേ ശരവണ ഭവനിലേക്ക് വന്നു. പക്ഷേ കുഞ്ഞും അച്ഛനും നേരത്തെ വന്നായിരുന്നു. അവർ ചൂടെടുത്ത് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ നേരെ ഇവിടെ വന്നിട്ട് ഒരു ജ്യൂസും കുടിച്ചിരിക്കും.